വിശദമായ വാർത്തകൾ നോക്കാം. സിപിഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. നാളത്തെ സംസ്ഥാന കൌൺസിൽ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അരുൺ, മാറ്റങ്ങളൊന്നുമില്ല, ബിനോയ് വിശ്വം തന്നെ തുടരും അല്ലെ? കാനം രാജേന്ദ്രൻ നിര്യാണത്തിന് ശേഷം കോട്ടയത്ത് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് താൽക്കാലികമായി നിർദ്ദേശിച്ചത്. കാനം രാജേന്ദ്രൻ പാർട്ടിക്ക് അവധി അപേക്ഷയുടെ കത്തിലും ബിനോയ് വിശ്വത്തിന്റെ പേര് തന്നെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും മറ്റു പേരുകളൊന്നും പരിഗണനയ്ക്ക് വന്നില്ല. നാളെ സംസ്ഥാന കൌൺസിലാണ് ഈ തീരുമാനത്തെ അംഗീകരിക്കേണ്ടത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി നിർദ്ദേശിച്ച തീരുമാനം അംഗീകരിക്കേണ്ട സംസ്ഥാന കൌൺസിലാണ്. നാളെ ചേർന്ന സംസ്ഥാന കൌൺസിൽ ബിനോയ് വിശ്വത്തിന്റെ പേര് അംഗീകരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു പേര് ഉയർന്നു വരാൻ സാധ്യതയില്ല. മറ്റു നേതാക്കളുടെ ബിനോയ് വിശ്വത്തിന്റെ തെരഞ്ഞെടുത്ത രീതി ശരിയായില്ലെന്ന വിമർശനം കെ ഇസ്മായിലും മറ്റും ഉന്നയിച്ചെങ്കിലും ഒരു വിഭാഗീയ നീക്കത്തിന് നിൽക്കില്ലെന്ന് കെ പ്രകാശ് ബാബു ഉൾപ്പെടെ വ്യക്തമാക്കിയതോടെയാണ് എതിർവിഭാഗത്തിന്റെ വഴികൾ അടയുന്നത്. അങ്ങനെയെങ്കിൽ നാളെ ബിനോയ് വിശ്വത്തെ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി തീരുമാനിക്കും, ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കാനത്തിന്റെ പിൻഗാമിയായി ദേശീയ സെക്രട്ടറി കൂടിയായ ബിനോയ് വിശ്വം സിപിഐയിലെത്തും. അതായത് അപസ്വരങ്ങളില്ലാതെ ഒറ്റക്കെട്ടായുള്ള തീരുമാനം എന്ന് നമുക്ക് വിലയിരുത്താമോ? എതിരഭിപ്രായമുള്ളവരുണ്ട്, പക്ഷെ അതൊരു തീരുമാനത്തെ മറികടക്കാൻ തക്ക ശേഷിയുള്ള ഒരു എതിരഭിപ്രായമായി ഉയർന്നു വരില്ല. പ്രകാശ് ബാബു അടക്കമുള്ളവർക്ക് ഈ ചന്ദ്രസേനെ പോലുള്ള നേതാക്കൾക്കൊക്കെ ബിനോയ് വിശ്വം തെരഞ്ഞെടുത്ത രീതി ശരിയായില്ല എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു വിഭാഗീയ നീക്കത്തിന് അവരാരും കൂടെ നിൽക്കില്ല. അങ്ങനെയെങ്കിൽ കെ ഇസ്മായിൽ പക്ഷത്തിന്റെ ആ നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ വിജയിക്കില്ല. പകരം ഭാവിയിൽ ഒരു വിഭാഗീയ ശ്രമങ്ങൾ, വിഭാഗീയത കൂടുതൽ ശക്തമായി സിപിഐ വരാനിടയുണ്ട്. പക്ഷേ നാളെ ദേശീയ നേതൃത്വം ഇന്ന് ടി രാജഗുരു പങ്കെടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് തന്നെ നിർദ്ദേശിച്ചാൽ മതി എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നത്. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന സംസ്ഥാന കൌൺസിലും ബിനോയ് വിശ്വത്തിന്റെ പേര് അംഗീകരിക്കും. അതിൽ കാര്യമായ എതിർസ്വരങ്ങൾ ഉയർന്നു വരാനിടയില്ല. ശരി, എന്തായാലും കാനത്തിന്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തിന്റെ പിൻഗാമി തീരുമാനിക്കുന്നു. സിപിഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. നാളത്തെ സംസ്ഥാന കൌൺസിലിൽ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.